ഇതെന്തിനാ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നേ? മുത്തശ്ശിക്ക്. നിനക്ക് തടി തലയ്ക്ക് സുഖമില്ലാതായോ? എടി, ഉച്ചയ്ക്ക് എനിക്ക് മീൻകറി കൂട്ടി ഊണ് നിർബന്ധമാണെന്ന് നിനക്കറിയില്ലേ? ആ, മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ, കുറച്ച് മീനെടുത്ത് വറുത്തിട്ടുമുണ്ട്. ആ, പിന്നെ കൊഞ്ചില്ലേ, അതിന്റെ തീയലും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ അതൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വാ പെണ്ണേ. എനിക്ക് ഈ പച്ചക്കറി ഒന്നും പിടിക്കത്തില്ല. അമ്മേ, അമ്മയുടെ ആരോഗ്യം നോക്കണ്ടേ? അമ്മ ഇപ്പൊ ചികിത്സയിലാണെന്നറിയാലോ. ആയുർവേദ വിധിപ്രകാരമുള്ള ചികിത്സയാ അമ്മയ്ക്കിപ്പൊ തന്നോണ്ടിരിക്കുന്നത്. അതിനെ പഥ്യമുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞില്ലേ? ചേടാ, അത് മുത്തശ്ശി അങ്ങ് തീരുമാനിച്ചാ മതിയോ? പത്യം നോക്കണം മുത്തശ്ശി, അല്ലെങ്കിൽ പ്രശ്നോ. എന്റെ പൊന്നു മക്കളെ, ഈ പുഴുങ്ങിയ പച്ചക്കറി തിന്നാ എന്റെ അസുഖം കൂടുകയുള്ളൂ. എന്റെ പൊന്ന മീൻകറി ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. അതൊന്നും നടക്കത്തില്ല അമ്മേ. അമ്മയുടെ അസുഖം മാറ്റാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഇവിടെ കൊണ്ടൊന്നും തീർന്നില്ല മുത്തശ്ശി. വൈകുന്നേരമേ ഫിസിയോതെറാപ്പിസ്റ്റ് വരും. ചവിട്ടി തിരുമണമെന്നാ അവര് പറയുന്നേ. ചവിട്ടിത്തിരുമ്പോ നല്ലതാ. ആ, ഒലക്കയില്ലേ, ഒലക്ക, അത് വെച്ചൊരു പ്രയോഗമുണ്ട്. കട്ടിലേക്ക് കിടത്തി ഒലക്ക കൊണ്ട് ഉരുട്ടും. എടാ, അത് പോലീസുകാർ ചെയ്യുന്ന പണിയല്ലേ? അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു. ആ, അതിപ്പോ ഇവരും ചെയ്യുന്നുണ്ട് മുത്തശ്ശി. മുത്തശ്ശിക്ക് തരാൻ പോകുന്ന ചികിത്സ അതാ. എന്നിട്ട് ശരിയായില്ലെങ്കിലേ ഷോക്ക് ട്രീറ്റ്മെന്റിലേക്ക് പോവാന്ന്. അതിനെനിക്ക് പ്രാന്ത് വല്ലതും ഉണ്ടോ? അമ്മ, ഇത് പ്രാന്തിനല്ല. ശരീരത്തിലെ നാഡീഞരമ്പുകളെ ഉത്തേജിപ്പിക്കാൻ KSEB ഇപ്പൊ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു പരിപാടിയാ. എല്ലാരും കൂടി എന്നെ കൊല്ലാൻ നോക്കുകയാണെന്നാ തോന്നുന്നേ. എന്ത് ചെയ്യാനാ മുത്തശ്ശി, ക്ഷതം മാറണ്ടേ? അപ്പൊ ക്ഷതം മാറിയ ചികിത്സയൊക്കെ അവസാനിപ്പിക്കോ? എന്താ സംശയം? അവസാനിപ്പിക്കും. എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ വെറുതെ അഭിനയിച്ചതാ. കണ്ടോ, ഇത് കണ്ടോ? ഞാൻ നടന്ന് കാണിക്കാം. കണ്ടോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതാണ് ഞാൻ. അപ്പൊ വീണതോ? അതെന്റെ അഭിനയായിരുന്നില്ലേ? നിന്നെ പ്രേമയുടെ അടുത്തേക്ക് വിടാതിരിക്കാൻ ഞാൻ കാണിച്ചൊരു സൂത്രപ്പണിയാ. അമ്മേ, അതെനിക്ക് രാവിലെ തന്നെ മനസ്സിലായിരുന്നു. അമ്മയുടെ ഉടായിപ്പോ അതാ ഇപ്പൊ ഇങ്ങനെ ഒരു തിരിച്ചടി തന്നു. അമ്മയ്ക്ക് ഒരു ചികിത്സയും തരാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. എടാ ഭയങ്കര. എടി, ഒന്ന് വേഗം ചെന്ന് എടുത്തോണ്ട് വാ. എന്ത്? മീൻകറിയും ചോറും. ഇന്നിവിടെ കഞ്ഞിയും ചമ്മന്തിയാ മുത്തശ്ശി. മീൻകറിയൊക്കെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ, മുത്തശ്ശിയെ പറ്റിക്കാൻ. കഞ്ഞിയെങ്കിൽ കഞ്ഞി പോയി എടുത്തോണ്ട് വാ. വിശന്ന് എന്റെ കുടല് കരിയുന്നു. അല്ല, ഇതോടി കഴിക്കുന്നോ? എടുത്തോണ്ട് വാടി. വിശപ്പിന് കഞ്ഞി നല്ലതാണ്. അമ്മേ, എന്തൊക്കെ നവരസങ്ങളാ മുഖത്ത് വരുന്നേ. ഈ ഓണത്തിന് അത്തപ്പൂക്കളം ഇടുന്ന പോലെ നമുക്ക് സീരിയൽ ഒന്ന് ശ്രമിച്ചാലോ? അങ്ങനെ അത് രണ്ടും ഫയൽ ചെയ്തു. വിഷ്ണുവിന്റെ ജാമ്യാപേക്ഷയും കൊടുത്തു, പിന്നെ ഡിവോഴ്സ് പെറ്റീഷനും കൊടുത്തു. വിഷ്ണുവിന്റെ അപേക്ഷ ഇപ്പൊ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്? കൊടുത്തിട്ടേ ഉള്ളൂ. അതുടനെയൊന്നും പരിഗണിക്കാൻ സാധ്യതയില്ല. തന്നെയുമല്ല, പോലീസ് റിപ്പോർട്ട് വിഷ്ണുവിന് എതിരുമായിരിക്കും. അപ്പോ ജാമ്യം കിട്ടാതെ വരുമോ? അത് നമുക്ക് നോക്കാം. തരാതിരിക്കാൻ പ്രോസിക്യൂഷൻ പരമാവധി ശ്രമിക്കും. നേടിയെടുക്കാൻ ഞാനും. ഡിസ്ചാർജായി, ബില്ലൊക്കെ അടച്ചു. കുഞ്ഞളിയും വന്നിട്ട് ഇറങ്ങാന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. അതിനിടയിലെ ഒരു അത്ഭുതം സംഭവിച്ചു. പ്രേമേച്ച് സംസാരിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പഴയതൊന്നും ഓർമ്മയില്ല. ആരെയും തിരിച്ചറിയുന്നുമില്ല. പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് സംസാരിക്കുന്നു. എന്നാലും സാരമില്ല, സംസാരശേഷി തിരിച്ചു കിട്ടിയല്ലോ.
പതുക്കെ പതുക്കെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങും. കുഞ്ഞളിയൻ സംസാരിച്ച് നോക്ക്. ഞങ്ങളെ ആരെയും മനസ്സിലായില്ല. കുഞ്ഞളിയനെ മനസ്സിലായാലോ? ചേച്ചി, എന്നെ ചേച്ചിക്ക് മനസ്സിലായോ? പിന്നെ മനസ്സിലാവാതിരിക്കുവോ? നിന്നെ മറന്ന പിന്നെ എന്നെ എന്തിനു കൊള്ളാം? ആരേത്? ഇതോ? ഇത് വക്കീലേ. കണ്ടില്ലേ, കോട്ടല്ലേ കയ്യിലിരിക്കുന്നേ?